ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തിക്ക് കോടതിയിൽ നിന്ന് ഡിസ്ചാർജ് ഓർഡർ കിട്ടും. അതായത് ഇയാളെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് അക്വിറ്റ് ചെയ്തുകൊണ്ട് എന്താണ് വെറുതെ വിട്ടു എന്നുള്ള ഒരു ഓർഡർ കിട്ടും. അത് കോടതി വിധി പറഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ വക്കീലിന്റെ പറഞ്ഞത് കോടതിയിൽ നിന്ന് പൈസ കൊടുത്ത് കളക്ട് ചെയ്യണം, ഫീസ് അടയ്ക്കണം. ഒരു 136 രൂപ എന്തോ അടയ്ക്കേണ്ടി വരും. ആ പേപ്പർ കയ്യിൽ കിട്ടിയാൽ അത് ഒറിജിനലാണ്, അത് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചിരിക്കും, അത് കളക്ട് ചെയ്യണം. 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ മലീഷ്യസ് പ്രോസിക്യൂഷന് ഡാമേജ് ഫയൽ ചെയ്താലുണ്ടല്ലോ, ഈ പോലീസുകാർ തലയിൽ കൈവച്ചിട്ട് ഓടിക്കളെ. നിങ്ങൾ നിയമം പഠിക്കുക, എല്ലാവരും നിയമം പഠിക്കണം. ഇപ്പം നമ്മൾ മറ്റെന്ത് പഠനം ഉണ്ടെങ്കിലും നിയമം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. നമ്മൾ ഏതൊരു രാജ്യത്ത് ജീവിച്ചാലും ആ രാജ്യത്ത് നിയമം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ കാര്യമാണ്. അപ്പോൾ അനാവശ്യമായിട്ട് നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുക മലീഷ്യസ് പ്രോസിക്യൂഷൻ. എന്താണ്? അനാവശ്യമായിട്ട് എന്നെ പ്രതിയാക്കി കുറ്റം ചാർത്തി എൻ്റെ 10-15 വർഷം പോയി. അതായത് ഞാൻ ഈ 15 വർഷം ദുബായിലായിരുന്നെങ്കിൽ ആയിരുന്നിരിക്കാൻ ചിലപ്പോൾ ഒരു വർഷം 1.25 ലക്ഷം രൂപ ശമ്പളത്തിന് അവിടെ ഇരുന്ന വ്യക്തിയായിരിക്കാം. പാസ്പോർട്ട് എവിഡൻസ് ആണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 കൊല്ലം എന്നെ ഈ കേസിൽ ലോക്കിട്ട് എന്നെ വെളിയിൽ പോവാണ്ടാക്കി ഒരു വർഷം എത്ര 15 ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞ 1.5 കോടി 2 കോടി 3 കോടിക്കൊക്കെ ഡാമേജ് ഫയൽ ചെയ്താലുണ്ടല്ലോ. അപ്പൊ കോടതി എന്ത് ചെയ്യുന്നറിയാമോ? ഈ ക്രിമിനൽ കേസിന് എപ്പോഴും കംപ്ലൈന്റ് എന്ന് പറയുന്നത് സർക്കാരാണ് വൈക്കോറിയസ് ലയബിലിറ്റി. പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തെറ്റുകൾക്ക് സർക്കാരാണ് ഉത്തരവാദി. അപ്പൊ സർക്കാർ തരേണ്ടി വരും. അപ്പൊ പ്രതി പറയണം, എനിക്ക് സർക്കാർ തരണ്ട, സർക്കാർ തരുന്നത് എന്റെ തന്നെ നികുതി പണമാണ്, അതുകൊണ്ട് എനിക്ക് സർക്കാർ തരണ്ട. ഇത് തരണം, പോലീസ് ഉദ്യോഗസ്ഥർ തരണം, അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കണം, അവരുടെ പെൻഷൻ തടയണം. ഇത്രയും കൂടെ കേൾക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട പോലീസുകാർ തല ഇറങ്ങി താഴെ വീഴും.